നമ്മൾ വിസിബിൾ സ്റ്റേജിലാണ്, ഈ പറഞ്ഞ ടാർഗറ്റഡ് ഓഡിയൻസിനെ കണ്ടുപിടിച്ചു, നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ എന്താ മാർക്കറ്റ് ചെയ്യുക? നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സാണോ? നിങ്ങൾ ഈ മാഗിയുടെ ആഡ് കണ്ടിട്ടുണ്ടോ? അവരെന്താ പറയുക? 3 മിനിറ്റ് കൊണ്ട് ഒരു ഫുഡ്, റൈറ്റ്? അപ്പോൾ അവരെന്താ ഫോക്കസ് ചെയ്യുന്നത്? നമ്മുടെ ഒരു പ്രോബ്ലമാണ്. എന്താ? കൊച്ചു വൈകുന്നേരം വരുമ്പോൾ സാധനം ഉണ്ടാക്കി കൊടുക്കണം, സമയം വളരെ കുറവാണ്, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം? 3 മിനിറ്റ് കൊണ്ട് സാധനം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ദെയർ മിറാക്കിൾസ് ആൻഡ് മിസറീസ്. എന്തൊക്കെയാണ് നോക്കാം? അവരുടെ ആവശ്യങ്ങൾ. എന്താ ആവശ്യം? ഈ പറഞ്ഞ പോലെ 3 മിനിറ്റ് കൊണ്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമാണ് നമ്മളെ. ഹോപ്പ്. ഞാൻ എന്തിനാ ഫേസ് ക്രീം തേക്കുന്നത്? ഞാൻ കുറച്ചും കൂടി സൗന്ദര്യവാനാകുമെന്നുള്ള എൻ്റെ പ്രതീക്ഷയാണ്. ഓക്കെ, അവിടെ കയറി പിടിച്ചു. ദെൻ ഡ്രീംസ്. ഈ ക്ലോസപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഉണ്ട്, അറിയാമല്ലോ? അവരെ പരസ്യം കണ്ടിട്ടുണ്ടോ? അപ്പം ഇത് വെച്ച് പല്ല് വെച്ചിട്ട് പോവും, എന്നിട്ട് എവിടെയെങ്കിലും മെട്രോയിലൊക്കെ നിന്നിട്ട് വാ വിളിക്കും. അപ്പം എന്ത് സംഭവിക്കും? അവിടെയുള്ള പെണ്ണുങ്ങൾ മൊത്തം ഇങ്ങനെ വരികയാണ്. അവൻ്റെ ഡ്രീമാണ്, റൈറ്റ്? ദെൻ ഡിസയേഴ്സ്. എനിക്ക് ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അവിടെ ഫോക്കസ് ചെയ്തിട്ടാണ് പല മൾട്ടിനാഷണൽ ബ്രാൻഡുകളും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ എന്ന് പറഞ്ഞു വരുന്നത്. ദെൻ ദെയർ മിസറീസ്. അവരുടെ വിഷമാവാം, പ്രോബ്ലം ആവാം, അവരുടെ ഫിയർ ആവാം. മറ്റേ കുട്ടീനേക്കാളും ടോളർ, സ്ട്രോങ്ങർ, ഷാർപ്പർ. അപ്പോൾ നമ്മളെ ഒരു ഇതാണ്, മറ്റേ കുട്ടിയായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്, മറ്റവനെക്കാട്ടും പൊക്കം വെക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ്, നമ്മുടെ പേടികളൊക്കെയാണ് ഇവർ പലപ്പോഴും, നമ്മുടെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ആയിരിക്കും അവർ മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മളും ഇത് തന്നെയല്ലേ മാർക്കറ്റ് ചെയ്യേണ്ടത്? സംഭവത്തിലൂടെ നമ്മളൊരു ക്യാപ്ഷൻ ഉണ്ടാക്കുമ്പോൾ പോലും ഇത് മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് എൻ്റെ പ്രോഡക്റ്റ് അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമോ? ഇല്ല, റൈറ്റ്?